ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ദേ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ എൻ്റെ ഡ്യൂട്ടീസ് എങ്ങനെയാണെന്ന് കാണിക്കാട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ വ്ലോഗൊന്നും എനിക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ദേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. കുട്ടികൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുവാവേനെ കുളിപ്പിച്ച് ഉറക്കി കിടത്തിയതിന് ശേഷമുള്ള ജോലികളാട്ടോ ഈ കാണിക്കുന്നത്. അതേ ഞാൻ ബാക്കിയുള്ള രാവിലത്തെ പണികളുടെ ഒക്കെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. എല്ലാം കഴുകി വെച്ചിട്ട് വേണം, ഇനി ഒരുപാട് ജോലികളുണ്ടല്ലോ. എനിക്ക് ചോറ് വെക്കണമായിരുന്നു. ചോറ് വെക്കുന്നതിന് ഞാൻ അരിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അരിയൊക്കെ ഞാൻ സാധാരണ രീതിയിൽ ചൂടുവെള്ളത്തിലാട്ടോ കഴുകുന്നത്. പിന്നെ ഇവിടെ ഞങ്ങൾ കുത്തിരിയാണ് മേടിക്കുന്നത്. കുത്തിരിയാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ദേ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി അരി ഞാൻ റൈസ് കുക്കറിലാണ് വെക്കുന്നത്. രണ്ട് രണ്ട് പ്രാവശ്യമൊക്കെ ഏകദേശം നന്നായി തിളപ്പിച്ച് വെക്കേണ്ടി വരും, അതിനുള്ള വേവുണ്ട്. അപ്പം റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുഞ്ഞാവ് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ കുഞ്ഞാവയുടെ തുണികളൊക്കെ കഴുകുന്നത്. ഞാൻ അലക്കുകല്ലിലാണ് കഴുകുന്നത്. യൂഷ്വലി ഇത് കണ്ടോ, കുഞ്ഞാവയുടെ കുപ്പികളും സ്പൂണൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഞാൻ തിളച്ച വെള്ളത്തിൽ കഴുകിയിട്ട് കിച്ചൺ വേസ്റ്റ് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. മൊത്തത്തിലൊന്നും ക്ലീൻ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല, കാരണം എനിക്ക് ബാക്കിയുള്ള ജോലികളും കൂടി ചെയ്യണമല്ലോ. അവൻ എപ്പോൾ എഴുന്നേക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോഴൊക്കെ ഒരു 1 hour ഒക്കെ കിടക്കും, ചിലപ്പോൾ അതിൽ കൂടുതൽ. വളരെ ചുരുക്കമാണ് കേട്ടോ, 1 hour തികച്ച് കിടക്കുന്നത് തന്നെ വളരെ ചുരുക്കമാണ്. അപ്പൊ എനിക്ക് ഏകദേശം സമയം അറിയാലോ നമുക്ക്. അപ്പൊ എത്രയും പെട്ടെന്ന് പ്രധാനപ്പെട്ട ജോലികളൊക്കെ ഞാൻ ചെയ്തു വെക്കും. എനിക്ക് കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ്, കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയയും കൂടിയാണല്ലോ. അപ്പൊ എനിക്ക് അടുക്കള മൊത്തം അടിച്ചു തുടയ്ക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. പിന്നെ അതേ കുഞ്ഞാവിനെ കുളിപ്പിച്ച ആ വെള്ളവും പാത്രമൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ ആ വെള്ളമൊക്കെ ഞാൻ വേഗം കൊണ്ടുപോയി ചെടികൾക്ക് ഒഴിക്കൂട്ടോ. ഞാൻ വെള്ളമൊന്നും ഞാൻ പരമാവധി ഞാൻ ഒന്നിനും കളയില്ല. ഞാനിപ്പോ പാത്രം കഴുകുന്ന വെള്ളമൊക്കെ പരമാവധി ഞാൻ അതിനകത്ത് ശേഖരിച്ച് ഞാൻ ചെറിയ ബക്കറ്റിലൊക്കെ എടുത്ത് വെച്ചിട്ട് അതൊക്കെ ഞാൻ ചെടികൾക്ക് കൊണ്ടുപോയി ഒഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തുണി കഴുകുന്ന വെള്ളവും ഒരുപാട് സോപ്പും ഒന്നും നമ്മൾ ഉപയോഗിക്കാത്ത വെള്ളമായതുകൊണ്ട് അതൊന്നും എനിക്ക് ദോഷം വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ഇവിടെ വെള്ളത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഏകദേശം നല്ല വേനലാകുമ്പോൾ വെള്ളം നന്നായിട്ട് കുറയും. കിണറ്റിലെ വെള്ളമാണല്ലോ നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്, കുടിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള വീടുകളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ കിണർ വറ്റും. നമുക്ക് അങ്ങനെ വറ്റുന്ന ഒരു കണ്ടീഷൻ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെതായ സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്ത് വന്ന് കൈയൊക്കെ സോപ്പിട്ട് കഴുകാട്ടോ. കൈയൊക്കെ സോപ്പിട്ട് നന്നായി കഴുകിയിട്ടാണ് ഞാൻ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോഴേക്കും ഞാൻ മരുന്ന് കഴിക്കാൻ വന്നപ്പോഴേക്കും മൂത്തയാള് കുഞ്ഞാവിനെ എടുത്തോണ്ട് വന്നു. കുഞ്ഞാവ് തൊട്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ അവനെ എഴുന്നേറ്റു. അപ്പൊ ഞാൻ പിന്നെ അവന് പാലൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ രണ്ടാമത്തെ ആളുണ്ടല്ലോ ആൻമരി, അവളുടെ കയ്യിലേക്ക് കൊച്ചിനെ കൊടുത്തിട്ട് ഞാൻ ഗുളിക കഴിക്കുകയാണ്. കാരണം നമുക്ക് വേദന നല്ല പോലെ വേദന ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എങ്ങനെ ഗുളിക കഴിക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണല്ലോ, വേദന കുറയുമല്ലോ. പിന്നെ മുടങ്ങാതെ ഗുളിക കഴിക്കുകയും വേണം. അപ്പൊ ഞാൻ വേഗം മരുന്ന് കഴിക്കുക കേട്ടോ, കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുത്തിട്ട്. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റൂമിലാണ് കുഞ്ഞാവനെ കിടത്തിയിരിക്കുന്നത്. അവര് കൊണ്ടുപോയല്ലോ. അപ്പൊ അവരവിടെ കിടത്തി കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൻ ഹാപ്പി ആയിരുന്നു കേട്ടോ അവരുടെ അടുത്തിരിക്കാനായിട്ട്. അവര് ഓരോരുത്തർ ഓരോ ജോലികൾ ചെയ്യാണ്. മൂത്ത ആൾക്ക് ഇപ്പം അവള് ലാപ്ടോപ്പിൽ അവൾക്ക് ഓൺലൈൻ ട്യൂഷനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കുക കേട്ടോ, അത് പഠിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവര് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് നോക്കിക്കോളാന്ന് പറഞ്ഞു. എനിക്കൊരു മരിച്ചിടത്ത് പോകണമായിരുന്നു കേട്ടോ. നമുക്ക് അറിയാവുന്ന നമ്മുടെ യൂണിറ്റിൽ ഒരു അമ്മച്ചി മരിച്ചായിരുന്നു. അപ്പൊ എനിക്ക് മരിച്ചിടത്ത് പോകാനുള്ളത് കൊണ്ട് അപ്പൊ ഞാൻ പിന്നെ കുഞ്ഞാവനെ തൊട്ടിലിട്ട് ആട്ടി. അപ്പം രണ്ടാമത്തെ ആളെ ഏൽപ്പിച്ചേച്ചു. ഞാൻ വണ്ടി എടുത്ത് പോവാൻ അധികം ദൂരമൊന്നും ഇല്ല, പക്ഷെ ഞാൻ എന്നാലും വണ്ടി എടുത്തിട്ട് പോവുള്ളൂ. കാരണം എനിക്ക് നടന്നു പോയിട്ട് വരാൻ ഒരുപാട് സമയം എടുക്കുമല്ലോ. കുറച്ച് ദൂരം ഉണ്ട് നടക്കാനായിട്ട്. എന്നാലും ഞാൻ വണ്ടിയൊക്കെ എടുത്തിട്ട് തൊട്ടിലാട്ടിക്കോളൂ, കുഞ്ഞാവ് ഇനിയിപ്പോ ഉറങ്ങൂട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോവാട്ടോ. പോയി തിരിച്ചു വരുമ്പോഴേക്കും കുഞ്ഞാവ് ഇവിടെ വന്നിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ കുഞ്ഞാവയ്ക്ക് വേറെ ഒന്നും നോക്കിയില്ല, കുറുക്കുണ്ടാക്കി വെച്ചിരുന്നത് വേഗം കൊടുത്തുട്ടോ. കാരണം ഏകദേശം അപ്പോഴേക്കും ഒരു 12 മണിയായിരുന്നു. പിന്നെ ചേച്ചിമാരൊക്കെ ഫുഡ് കഴിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇപ്പൊ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കൂടുതൽ എല്ലാവരും കഴിക്കുന്നത്. അവർക്ക് ചോറിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് കുഞ്ഞാവയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ കെട്ടാൻ ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ ലിങ്ക് സെൻഡ് ചെയ്യാം കേട്ടോ. നല്ലതായിരുന്നു. ഒരു സിലിക്കോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ. പിന്നെ അവനത് കാണുമ്പോൾ അവനത് വായിൽ വെക്കാൻ തോന്നുന്നു. അവൻ എന്ത് കിട്ടിയാലും വായിൽ വെക്കുന്ന ഒരു പ്രകൃതം കേട്ടോ. അവന് പാത്രമൊക്കെ തട്ടിപ്പിടിക്കാനുള്ള ഭയങ്കര ധൃതിയാ. എപ്പോഴും ഈ പാത്രവും സ്പൂണിലൊക്കെ കീറി പിടിക്കും. അപ്പൊ ഞാൻ കുറുക്ക് വായിൽ വെച്ച് കൊടുക്കണം. ഞാൻ കൊടുക്കുന്ന കുറുക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണങ്കായയുടെ പൊടി ഞാൻ ഓർഗാനിക് ഞാൻ വാങ്ങിയായിരുന്നു. ഇതിനു മുമ്പ് എല്ലാവർക്കും ഞാൻ കായൊക്കെ മേടിച്ച് കഴുകി ഉണക്കി പൊടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ വളരെ എന്താ പറയാ ഒരുപാടൊന്നും ഞാൻ ഉപയോഗിക്കാണ്ട് തന്നെ അതൊക്കെ എടുത്തിട്ട്
കളയേണ്ടി വന്നിട്ടുണ്ട് ട്ടോ. കാരണം ബാക്കിയുള്ളവരാരും അങ്ങനെ കുറുക്ക് ഈ കായയുടെ പൊടിക്കൊരു തരം ഒരു ചെറിയ ചൊവയുണ്ടല്ലോ. അത് അത്ര ഇഷ്ടപ്പെടുന്ന ചൊവയായിരിക്കില്ല. അത് കഴിക്കത്തില്ലായിരുന്നു. ഇവന് ഞാനൊരു ചെറിയൊരു കുഞ്ഞു പാക്കറ്റ് ഓർഗാനിക് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയായിരുന്നു ട്ടോ. അത് നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആയിരുന്നു. എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ അത് ഓൺലൈനിൽ വാങ്ങിയതാണ് ഞാൻ അപ്പൊ കൊടുക്കുന്നത്. അത് ഞാൻ ഷുഗർ ഐറ്റംസ് ഒന്നും ചേർക്കാറില്ല. പിന്നെ പനങ്കൽക്കണ്ടം ഞാൻ ഒറിജിനൽ അന്വേഷിച്ചിട്ട് എനിക്ക് ഒറിജിനൽ കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ നമുക്ക് കടകളിൽ കിട്ടുന്നതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് അത് മേടിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ നല്ലോണം വെള്ളത്തിൽ നന്നായിട്ട് കുറുക്കി എടുത്തിട്ട് പിന്നെ അതിന്റെ കൂടെ ഞാൻ മറ്റേ പിങ്ക് സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അവന് കുറുക്ക് കൊടുക്കുന്നത്. അപ്പൊ ദേ അവന്റെ കുറുക്കുടുകളൊക്കെ കഴിഞ്ഞിട്ട് അവന്റെ കയ്യിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. കൈയും വായൊക്കെ ഒന്ന് കഴുകിച്ചേച്ചു ഞാൻ അവനൊന്ന് ചീറപ്പ് ചെയ്തിരുത്താന്ന് കരുതിയിട്ടോ. കാരണം ഞാൻ മരിച്ചു കൊടുത്തു പോയി വന്നതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാലും കുളിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ തുണിയൊക്കെ കഴുകി കഴിഞ്ഞുകൊണ്ട് സാധാരണ രീതിയിൽ നമുക്ക് രാവിലെ പകലൊന്നും കുളിക്കലും നടക്കില്ല, അറിയാലോ എന്തോളം ജോലികളുണ്ടാവും. ഇവര് തന്നെ ഇങ്ങനെ അങ്ങനെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ പെറുക്കിയിട്ടിട്ടുണ്ടാവും. പിന്നെ എന്തായാലും ചിലപ്പോൾ ഭക്ഷണത്തിന്റെയോ വെള്ളത്തിന്റെയോ ഒക്കെ വേസ്റ്റ് നമുക്ക് പെറുക്കാതൊക്കെ ഉണ്ടാവും. നമുക്ക് ജോലികൾ എന്തായാലും തീരില്ല. പിന്നെ എപ്പോഴും ഇങ്ങനെ പാത്രങ്ങൾ കഴുകാനും വന്നുകൊണ്ടേയിരിക്കും. പിന്നെ അതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ കൊച്ചിന്റെ കാര്യങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമല്ലോ. അവനുണ്ടാക്കുന്ന ഭക്ഷണം, അവന്റെ പാത്രങ്ങൾ, ഇതെല്ലാം നമ്മൾക്ക് പ്രത്യേകം വാഷ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് ചീറപ്പ് ചെയ്ത് അവനെ ഓക്കെ ആയി. പിന്നെ ചേച്ചിമാരുടെ അടുത്ത് ഏൽപ്പിച്ചേച്ചു ഞാനൊന്ന് കുളിക്കാൻ പോയായിരുന്നു. അപ്പൊ ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ ആൾ അവനെ ബീൻ ബാഗിലൊക്കെ ഇരുത്തി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കും കേട്ടോ. കാരണം ചേച്ചിമാരെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. ഈ ഒരുപാട് മക്കളുള്ളപ്പം അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഒരു പ്രത്യേകത ഇരിക്കുമല്ലോ. പിന്നെ ഈ ഇളയ കുഞ്ഞാവെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിമാരുടെ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. അവരെപ്പോഴും കളിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല. മറ്റുള്ള വീടുകളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചിമാരെ ഉപദ്രവിക്കും എന്നൊക്കെ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ.